നമസ്കാരം, ഞാൻ NGR നമ്പൂതിരി. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് ഹാർദമായ സ്വാഗതം. ധീരനിൽ ധീരനായ കൊച്ചി ശക്തൻ തമ്പുരാൻ തിരുമനസ്സുകൊണ്ട് എന്ന ചരിത്ര കഥയുടെ 5 ഭാഗമാണ് ഞാൻ എൻ്റെ കഥാപ്രേമികളോട് പറഞ്ഞു കഴിഞ്ഞത്. ആ ശക്തനായ ചക്രവർത്തിയുടെ കഥയുടെ അവസാന ഭാഗമായ 6ാം ഭാഗത്തിലേക്ക് ഞാൻ എൻ്റെ കഥാപ്രേമികളെ ഒരിക്കൽ കൂടി കൂട്ടിക്കൊണ്ടു പോകുകയാണ്. കഴിഞ്ഞ 5 ഭാഗങ്ങളിലായി അദ്ദേഹത്തെക്കുറിച്ച് അനവധി കേമത്തങ്ങൾ ഞാൻ എൻ്റെ കഥാപ്രേമികളോട് പറഞ്ഞു കഴിഞ്ഞു. അദ്ദേഹം ചെയ്ത കേമത്തങ്ങൾ ന്യായമാണോ അന്യായമാണോ എന്നുള്ളത് എൻ്റെ കഥാപ്രേമികൾ തന്നെ വിലയിരുത്തുക. അങ്ങനെയിരിക്കെ ശക്തൻ തമ്പുരാൻ തിരുമനസ്സുകൊണ്ട് വടക്കാഞ്ചേരിയിൽ നിന്ന് വടക്ക് ദിക്കിലുള്ള പല സ്ഥലങ്ങളിൽ സഞ്ചരിച്ചതിൻ്റെ ശേഷം തൃശ്ശിവപ്പേരൂർക്കും അവിടെ നിന്ന് എറണാകുളത്തേക്കും എഴുന്നള്ളി. എറണാകുളത്ത് എഴുന്നള്ളി താമസിച്ചിരുന്നപ്പോൾ ഒരു ദിവസം അമ്പലത്തിൽ എഴുന്നള്ളിയ സമയം താടിയും തലയും വളർത്തിയ ഒരു മൂത്തതിനെ അവിടെ കണ്ടു. ഉടനെ തിരുമനസ്സുകൊണ്ട് ആ മൂത്തതിനോട് ചോദിച്ചു, ഹേയ്, എന്താ മൂത്തതിന് അമ്മയുടെ ദീക്ഷയാണോ എന്ന് കൽപ്പിച്ച് ചോദിച്ചു. അപ്പോൾ മൂത്തത് പറഞ്ഞു, ഏയ് അല്ല, അതല്ല, എനിക്ക് ഗർഭദീക്ഷയാണ് എന്ന് തിരുമനസ്സിനെ അറിയിച്ചു. അതു കേട്ട് തിരുമനസ്സുകൊണ്ട് ചോദിച്ചു, ഹേയ്, ബ്രാഹ്മണരെ പോലെ നിങ്ങൾക്കും ഗർഭദീക്ഷ പതിവുണ്ടോ എന്ന് കൽപ്പിച്ചു ചോദിച്ചു. അതിനു മറുപടിയായി മൂത്തത് പറഞ്ഞു, അല്ല, ബ്രാഹ്മണ ആചാരങ്ങളിൽ പകുതി ഞങ്ങൾക്കുമുണ്ട് എന്ന് തിരുമനസ്സിനെ അറിയിച്ചു. അത് കേട്ട് തിരുമനസ്സുകൊണ്ട് ക്ഷേത്രത്തിൽ നിന്ന് കോവിലകത്തേക്ക് എഴുന്നള്ളി. അദ്ദേഹം കോവിലകത്തേക്ക് എഴുന്നള്ളിയ ഉടനെ തന്നെ മൂത്തതിനെ പിടിച്ചു കൊണ്ടുവരാൻ കൽപ്പിക്കുകയും രാജഭടന്മാർ പോയി മൂത്തതിനെ പിടിച്ച് തിരുമുമ്പാകെ കൊണ്ടു ചെല്ലുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ കൽപ്പന പ്രകാരം ഒരു ക്ഷൗരക്കാരനെയും അവിടെ വരുത്തി. എന്നിട്ട് മൂത്തതിനോട് തിരുമനസ്സുകൊണ്ട് പറഞ്ഞു, ഹേയ്, മൂത്തതിന് ബ്രാഹ്മണ ആചാരങ്ങളിൽ പകുതിയുണ്ടെന്നല്ലേ പറഞ്ഞത്? അങ്ങനെയെങ്കിൽ താടിയും തലയും പകുതി ഭാഗം ക്ഷൗരം അങ്ങോട്ട് ചെയ്യട്ടെ. താടിയും തലയും മുഴുവൻ വളർത്തിയിട്ട് ആവശ്യമില്ല. അതിനാൽ ആപാദമസ്തകം ദേഹത്തിൽ പകുതി ഭാഗം ക്ഷൗരം ചെയ്യട്ടെ എന്നരുളി ചെയ്യുകയും അപ്രകാരം ചെയ്യിപ്പിച്ച് മൂത്തതിനെ വിട്ടയക്കുകയും ചെയ്തു. അതിനുശേഷം തിരുമനസ്സുകൊണ്ട് എറണാകുളത്തും തൃപ്പൂണിത്തുറയെയും മാറി മാറി എഴുന്നള്ളി താമസിച്ചിരുന്നു. അക്കാലത്ത് തിരുമനസ്സുകൊണ്ട് രാജ്യത്ത് അക്രമങ്ങൾ വല്ലതും നടക്കുന്നുണ്ടോ എന്നും തന്നെക്കുറിച്ച് ജനങ്ങൾ എന്ത് പറയുന്നു എന്നും അറിയുന്നതിനായി രാത്രികാലങ്ങളിൽ ഗൂഢമായി പല സ്ഥലങ്ങളിലും സഞ്ചരിച്ചു കൊണ്ടിരുന്നു. ചിലപ്പോൾ തിരുമനസ്സിലെ കൂടെ 2 or 3 ഭൃത്യന്മാരും ഉണ്ടായിരിക്കും. മിക്കപ്പോഴും അവിടുന്ന് ഏകാഗിയായിട്ട് തന്നെയാണ് സഞ്ചരിക്കുക പതിവ്. എങ്ങനെയായാലും തൃക്കൈയിൽ ഒരു വാളില്ലാതെ ഇരിക്കാറില്ല. അങ്ങനെ ഇരിക്കെ ഒരിക്കൽ ഒരു ദിവസം രാത്രിയിൽ തിരുമനസ്സുകൊണ്ട് ഏകാഗിയായി എളംകുളം എന്ന സ്ഥലത്ത് ചെന്നപ്പോൾ ഒരാള് കൂടെ പിന്നാക്കം തിരിഞ്ഞു നോക്കിക്കൊണ്ട് ഗൂഢമായിട്ട് പോകുന്നത് കണ്ടു. ഇവൻ വല്ല സ്ഥലത്തും കയറി മോഷണം നടത്താനോ മറ്റോ പോവായിരിക്കണം. അങ്ങനെയാണെങ്കിൽ അത് കണ്ടുപിടിക്കണം എന്ന് വിചാരിച്ച് തിരുമനസ്സുകൊണ്ട് ഗൂഢമായി തന്നെ അവൻ്റെ പിന്നാലെ കൂടി. അങ്ങനെ നടന്ന് ചെന്നപ്പോൾ അവൻ ചെന്ന് കയറിയത് ഒരു നമ്പൂരിയുടെ ഇല്ലത്തായിരുന്നു. അവൻ ഇല്ലത്തിൻ്റെ മുറ്റത്ത് ചെന്നപ്പോൾ അകത്തു നിന്ന് ഒരു വൃഷലി ഇറങ്ങി അവൻ്റെ അടുക്കൽ ചെന്ന് പറഞ്ഞു, ആ, എല്ലാം ചട്ടം കെട്ടിയിട്ടുണ്ട്, അകത്തേക്ക് കടക്കാം എന്ന് പറഞ്ഞ് അവനെ 4 കെട്ടിനകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. എന്നിട്ട് ഇല്ലത്തിൻ്റെ അകത്തുള്ള ഒരു മുറിക്കകത്താക്കിയിട്ട് ആ കട്ടിലിൽ കയറി കിടന്നോളുക, കുഞ്ഞാത്തലെ ഇപ്പം തന്നെ ഇങ്ങോട്ടേക്ക് അയച്ചേക്കാം എന്ന് പറഞ്ഞ് പുറത്തേക്ക് ആ വൃഷലി നടന്നു പോയി. അവൻ അകത്തേക്ക് കടന്ന സമയത്ത് തന്നെ ശക്തൻ തമ്പുരാൻ തിരുമനസ്സുകൊണ്ടും 4 കെട്ടിനകത്തേക്ക് കടന്ന് വാളൂരി പിടിച്ചുകൊണ്ട് ഒരു കോണിൽ ഒളിച്ചിരുന്നു. അപ്പോൾ അവിടുത്തെ അന്തർജനം അത്താഴം കഴിഞ്ഞ് ഒരു കോൽവിളക്കുമായി 4 കെട്ടിലേക്ക് വന്നു. അപ്പോൾ ആ വൃഷലി പറഞ്ഞു, അല്ല, നേരം പതിവിൽ അധികമായില്ലേ? ഇന്ന് പള്ളിക്കുറുപ്പിന് ഇത്ര അമാന്തം എന്താണ്
എന്ന് ചോദിച്ചു. അതിന് മറുപടിയായി ആ അന്തർജനം പറഞ്ഞു, ഏയ് വേറൊന്നുമല്ല, നമ്പൂരി ഇവിടെ ഇല്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് എന്ന് പറഞ്ഞു. ഉടനെ ആ ദാസി പറഞ്ഞു, ആ ആയിക്കോട്ടെ, എന്നാ ഇനിയെങ്കിലും വേഗം ആവട്ടെ, അടിയന് നിലം പൊത്താൻ വൈകി എന്ന് ആ വൃഷലി പറഞ്ഞു. അത് കേട്ടപ്പോൾ ആ അന്തർജനം പറഞ്ഞു, ആ ആയിക്കോട്ടെ, എന്നാ എനിക്കിനി കിടക്കാൻ താമസമൊന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ അന്തർജനത്തിൻ്റെ ശയനഗൃഹത്തിനകത്തേക്ക് കടക്കാനായി ഭാവിച്ചപ്പോൾ കട്ടിലിൽ ഒരാൾ ഇരിക്കുന്നത് കണ്ട് ആ അന്തർജനം അങ്ങോട്ട് ഭയപ്പെട്ടു. അയ്യോ, ഇതാരാണ്? എൻ്റെ ഈശ്വര, ശക്തൻ രാജാവിൻ്റെ ശക്തി ഈ ദിക്കിൽ ഫലിക്കില്ല എന്നായോ എന്ന് പറഞ്ഞുകൊണ്ട് പിന്നാക്കം അങ്ങോട്ട് മാറിയപ്പോൾ അയാള് കട്ടിലിൽ നിന്ന് എണീറ്റ് അന്തർജനത്തിനെ അങ്ങോട്ട് കടന്നു പിടിക്കാനായി അടുത്തു. അവൻ അന്തർജനത്തിനെ തൊട്ടില്ല എന്നായപ്പോൾ ശക്തൻ തമ്പുരാൻ തിരുമനസ്സുകൊണ്ട് അവനെ പിടികൂടി. എന്നിട്ട് അവനെ തിരുമനസ്സുകൊണ്ട് പിടിച്ച് വലിച്ച് മുറ്റത്തു കൊണ്ടുപോയി വാൾ കൊണ്ട് ചക്ക കൊത്തുന്നത് പോലെ കൊത്തി അരിഞ്ഞിട്ടു. അതിനുശേഷം ഉടനെ ആ ദാസിയെ വിളിച്ച് ശക്തൻ തമ്പുരാൻ തിരുമനസ്സുകൊണ്ട് ചോദിച്ചു, ഇവിടത്തെ നമ്പൂരി എവിടെയാണ് പോയിരിക്കണത് എന്ന് കൽപ്പിച്ചു ചോദിച്ചു. ഉടനെ വിറച്ചുകൊണ്ട് ആ വൃഷലി പറഞ്ഞു, അദ്ദേഹം തൃപ്പൂണിത്തുറയ്ക്കാണ് പോയിരിക്കണത് എന്ന് അവൾ ഉണർത്തിക്കുകയും ചെയ്തു. അത് കേട്ട ഉടനെ തിരുമനസ്സുകൊണ്ട് പറഞ്ഞു, നീ ചെയ്ത ദുഷ്കൃത്യം വിചാരിക്കുമ്പോൾ നിന്നെയും കൊല്ലണ്ടതാണ്. എങ്കിലും നീയൊരു സ്ത്രീയായി പോയില്ലേ, അതിനാൽ ഞാൻ കൊല്ലുന്നില്ല, എങ്കിലും നിന്നെ വെറുതെ വിട്ടയക്കുന്നില്ല എന്ന് അരുളി ചെയ്തിട്ട് അവളുടെ കൈകൾ രണ്ടും മുറിച്ചു കളഞ്ഞു. അതിനുശേഷം തിരുമനസ്സുകൊണ്ട് സമീപസ്ഥന്മാരായ ചില നായന്മാരെയും അവരുടെ സ്ത്രീകളെയും അവിടെ വിളിച്ചു വരുത്തി. നമ്പൂരി ഇവിടെ വരുന്നതുവരെ നിങ്ങളെല്ലാവരും ഇവിടെ ഈ അന്തർജനത്തിനെ കാത്തു സൂക്ഷിച്ചു നിന്നുകൊള്ളണം എന്നരുളി ചെയ്തിട്ട് അപ്പോൾ തന്നെ തൃപ്പൂണിത്തറയ്ക്ക് എഴുന്നള്ളുകയും ചെയ്തു. പിറ്റേ ദിവസം രാവിലെ നമ്പൂരിയെ തിരുമുമ്പാകെ ശക്തൻ തമ്പുരാൻ തിരുമനസ്സുകൊണ്ട് വരുത്തി. ഇന്നലെ രാത്രിയിൽ നമ്പൂരിയുടെ ഇല്ലത്ത് ചില നേരം പോക്കുകളൊക്കെ ഉണ്ടായി, എങ്കിലും തരക്കെടൊന്നും പറ്റിയില്ല. എന്തായാലും നമ്പൂരി വേഗത്തിൽ ഇല്ലത്തേക്ക് ചെല്ലേണ്ടത് അത്യാവശ്യമാണ് എന്നരുളി ചെയ്തു. കുറച്ച് പണവും കൊടുത്തു. എന്നിട്ട് നമ്പൂരിയെ വേഗത്തിൽ അയച്ചു. പിന്നെ കുറച്ചു കാലം തിരുമനസ്സുകൊണ്ട് തൃപ്പൂണിത്തുറ തന്നെ എഴുന്നള്ളി താമസിക്കുകയും ചെയ്തു. അതിനുശേഷം കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ തിരുമനസ്സുകൊണ്ട് ചുവരയ്ക്ക് എഴുന്നള്ളി. തിരുമനസ്സിലേക്ക് നായാട്ടിൽ വളരെയധികം ഭ്രമമുണ്ടായിരുന്നതുകൊണ്ട് കുറച്ച് ദിവസം അവിടെ തന്നെ എഴുന്നള്ളി താമസിച്ചു. അങ്ങനെ താമസിച്ചിരുന്ന കാലത്ത് തിരുമനസ്സുകൊണ്ട് ഒരു ദിവസം ഒരു പീലിക്കുന്തവും ധരിച്ചുകൊണ്ട് നായാട്ടിനെഴുന്നള്ളി. ഒരു മലയിൽ ചെന്നപ്പോൾ ഒരു പന്നിയെ കണ്ടു. അതിനെ കൊല്ലുന്നതിനായി തിരുമനസ്സുകൊണ്ട് കുന്തവുമായി പാഞ്ഞടുത്തു. പന്നി ഭയപ്പെട്ട് ഓടിത്തുടങ്ങി. തിരുമനസ്സുകൊണ്ട് അതിനെ പിന്തുടർന്നു. അങ്ങനെ ചെന്നപ്പോൾ അയിനിക്കാട് എന്നില്ലപ്പേരായി ഒരു നമ്പൂരി ആ വഴിയെ വരുന്നത് കണ്ടു. ഉടനെ ശക്തൻ തമ്പുരാൻ തിരുമനസ്സുകൊണ്ട് ആ വരുന്ന നമ്പൂരിയോട് പറഞ്ഞു, നമ്പൂരി പിടിച്ചോളൂ പിടിച്ചോളൂ, വിട്ടുകളയരുത് എന്ന് ഉറക്കെ വിളിച്ച് അങ്ങടെ അരുളി ചെയ്തു. നമ്പൂരി അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്ന കുട മലർത്തിയിട്ട് പന്നിയെ പൊത്തിപ്പിടിക്കുകയും തിരുമനസ്സുകൊണ്ട് ഓടിയെത്തി പന്നിയെ കുത്തി അങ്ങട് കൊല്ലുകയും ചെയ്തു. അതിനുശേഷം തിരുമനസ്സുകൊണ്ട് നമ്പൂരിയോട് പറഞ്ഞു, ഏയ് നമ്പൂരി എവിടെ പോകാനായിട്ടാണ് പുറപ്പെട്ടിരിക്കണത് എന്ന് കൽപ്പിച്ചു ചോദിച്ചു. അത് കേട്ടപ്പോൾ നമ്പൂരി പറഞ്ഞു, എൻ്റെ ഇല്ലത്ത് വലിയ ദാരിദ്ര്യ, ഇന്നത്തെ ഉപജീവനത്തിന് തന്നെ അവിടെ യാതൊന്നുമില്ല. അതിനാൽ വല്ലവരോടും യാചിച്ച് കുറേ നെല്ല് വാങ്ങിക്കൊണ്ട് പോകണമെന്ന് വിചാരിച്ച് പുറപ്പെട്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞു. അത് കേട്ട് തിരുമനസ്സുകൊണ്ട് പറഞ്ഞു, ആ ആട്ടെ, നമ്പൂരി ഇപ്പോൾ ഇല്ലത്തേക്ക് തന്നെ മടങ്ങിപ്പോയിക്കൊള്ളുക, ഇന്നത്തെ ചെലവിന് വേണ്ടുന്ന നെല്ല് അവിടെ എത്തിച്ചോളാം എന്ന് പറഞ്ഞു. അത് കേട്ട ഉടനെ നമ്പൂരി വലിയ സന്തോഷത്തിൽ അദ്ദേഹത്തിൻ്റെ ഇല്ലത്തേക്ക് അങ്ങോട്ട് മടങ്ങിപ്പോയി. തിരുമനസ്സുകൊണ്ട് ഉടനെ ചൊവ്വര കോവിലകത്ത് എഴുന്നള്ളിയും കണ്ട കൃഷി വകയിൽ നിന്ന് 40 പറ നെല്ല് ഉടനെ നമ്പൂരിയുടെ ഇല്ലത്ത് എത്തിച്ചു കൊടുക്കുന്നതിന് കൽപ്പിക്കുകയും
അവിടെ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥന്മാര് അപ്രകാരം എത്തിച്ചു കൊടുക്കുകയും ചെയ്തു. അങ്ങനെ തിരുമനസ്സുകൊണ്ട് പിന്നെയും കുറച്ചു കാലം കൂടി ചുവരെ തന്നെ എഴുന്നള്ളി താമസിച്ചു. അക്കാലത്ത് തൃശവപ്പേരൂർ ബ്രഹ്മസ്വം മഠം അഗ്നിബാധയാൽ നശിച്ചു പോയിരിക്കുന്നുവെന്നും തന്നിമിത്തം വേദാധ്യായനം നടത്താൻ സ്ഥലമില്ലാതെ വന്നിരിക്കുന്നുവെന്നും വാദ്യാൻ നമ്പൂരി ശക്തൻ തിരുമനസ്സിലെ അടുക്കൽ അറിയിച്ചു. അത് കേട്ടപ്പോൾ ശക്തൻ തമ്പുരാൻ തിരുമനസ്സുകൊണ്ട് ഒരു ഭടൻ മുഖാന്തരം ചുവര വച്ച് ത്രിസന്ധ നടത്തുവാൻ നിശ്ചയിച്ചിരിക്കുന്നുവെന്നും അതിലേക്ക് വാദ്യാൻ നമ്പൂരിയും മറ്റുള്ള ബ്രാഹ്മണ ഉത്തമന്മാരെല്ലാവരും ഉടനെ ചുവരെ ചെന്നു ചേരണമെന്നുമാണ് മറുപടി അറിയിച്ചത്. അപ്രകാരം വാദ്യാൻ നമ്പൂരി മുതലായവരെല്ലാവരും ചുവരെ ചെന്നു ചേരുകയും ഉടനെ ത്രിസന്ധ തുടങ്ങുകയും ചെയ്തു. ത്രിസന്ധയ്ക്ക് ബ്രാഹ്മണര് പതിവിലധികം ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിലും രണ്ടു നേരവുമുള്ള സദ്യയുടെ കേമത്വവും പതിവിൽ വളരെയധികം തന്നെയായിരുന്നു. അങ്ങനെ ത്രിസന്ധ കഴിയുമ്പോഴേക്കും സർക്കാർ ചെലവിന്മേൽ തൃശവപ്പേരൂർ ബ്രഹ്മസ്വം മഠം പണി തീർന്നിരിക്കണം എന്ന കൽപ്പന കൊടുത്തിരുന്നതിനാൽ അപ്രകാരം മഠത്തിൻ്റെ പണി തീർന്നിരുന്നു. ത്രിസന്ധ വളരെ ഭംഗിയായിട്ട് കഴിഞ്ഞുകൂടിയതിനാൽ തിരുമനസ്സുകൊണ്ട് സന്തോഷിച്ച് വാദ്യാൻ നമ്പൂരിക്കും മറ്റും യഥായോഗ്യം സമ്മാനങ്ങൾ കൽപ്പിച്ചു കൊടുത്ത് സന്തോഷിപ്പിച്ച് അവരെല്ലാവരെയും തൃശവപ്പേരൂർക്ക് അയക്കുകയും പിന്നെ അധികം താമസിയാതെ തിരുമനസ്സുകൊണ്ട് തൃപ്പൂണിത്തുറയ്ക്ക് എഴുന്നള്ളിയും ചെയ്തു. തിരുമനസ്സുകൊണ്ട് തൃപ്പൂണിത്തുറയെ എഴുന്നള്ളി താമസിച്ചിരുന്ന ആ കാലത്ത് അന്ന് തിരുവിതാംകൂർ നാടുവാണിരുന്ന ബാലരാമവർമ്മ മഹാരാജാവ് തിരുമനസ്സുകൊണ്ട് വയ്ക്കത്ത് എഴുന്നള്ളിയിരിക്കുന്നതായി അവിടേക്ക് അറിവ് കിട്ടി. നമ്മുടെ ബാലരാമവർമ്മ മഹാരാജാവ് തിരുമനസ്സുകൊണ്ട് മഹാശുദ്ധനും നിർമ്മല ഹൃദയനും പരമാർത്ഥിയും ആയിരുന്നതുകൊണ്ട് അവിടത്തെ വയ്ക്കത്തു വച്ച് ക്ഷണിച്ച് തൃപ്പൂണിത്തറയെ കൊണ്ടുവന്ന് സൽക്കരിച്ച് സന്തോഷിപ്പിച്ച് കരപ്പുറം പന്തിരുകാതവും ആലങ്ങാട്ടും പറവൂരും ഉപായത്തിൽ വീണ്ടെടുക്കാമെന്ന് വിചാരിച്ച് ശക്തൻ തമ്പുരാൻ തിരുമനസ്സുകൊണ്ട് മഹാരാജാവ് തിരുമനസ്സിലെ ക്ഷണിക്കുന്നതിനായി ഇളയ തമ്പുരാനെയും പാലിയത്ത് വലിയച്ഛനെയും കൂട്ടി വൈക്കത്തേക്ക് അയച്ചു. അങ്ങനെ ഇളയ തമ്പുരാനും പാലിയത്തച്ഛനും കൂടി വൈക്കത്തെത്തി മഹാരാജാവ് തിരുമനസ്സിലെ കണ്ട് ക്ഷണിച്ചു. പക്ഷേ ബാലരാമവർമ്മ മഹാരാജാവ് ശക്തൻ തമ്പുരാൻ തിരുമനസ്സിൻ്റെ ആ ക്ഷണം അങ്ങോട്ട് സ്വീകരിച്ചില്ല. ഇപ്പോൾ അതിന് സൗകര്യമില്ലാത്തതിനാൽ ഇനിയൊരവസരത്തിലാവട്ടെ എന്ന് കൽപ്പിച്ച് മഹാരാജാവ് തിരുമനസ്സുകൊണ്ട് അവരെ മടക്കി അയച്ചു. ബാലരാമവർമ്മ മഹാരാജാവ് തിരുമനസ്സിലെ എഴുന്നള്ളത്തോടുകൂടി വേലുത്തമ്പി ദളവയുമുണ്ടായിരുന്നു. വേലുത്തമ്പിയും പാലിയത്തച്ഛനും തമ്മിൽ ഏറ്റവും സ്നേഹവും വിശ്വാസവും ഉണ്ടായിരുന്നു. വേലുത്തമ്പി പാലിയത്തച്ഛനോട് ചോദിച്ച് ശക്തൻ തമ്പുരാൻ തിരുമനസ്സിലെ അന്തർഗതം മനസ്സിലാക്കുകയും അത് ബാലരാമവർമ്മ മഹാരാജാവ് തിരുമനസ്സിലെ അറിയിക്കുകയും തൽക്കാലം തൃപ്പൂണിത്തറയ്ക്ക് എഴുന്നള്ളരുത് എന്ന് പറഞ്ഞ് വിരോധിക്കുകയും ചെയ്തതിനാലാണ് മഹാരാജാവ് തിരുമനസ്സുകൊണ്ട് ക്ഷണം സ്വീകരിക്കാതെയും തൃപ്പൂണിത്തറയ്ക്ക് എഴുന്നള്ളാതെ ഇരുന്നതും. എന്നാലും ബാലരാമവർമ്മ മഹാരാജാവ് തിരുമനസ്സുകൊണ്ട് എഴുന്നള്ളാതെ ഇരിക്കില്ല എന്ന വിശ്വാസത്തോടുകൂടി ശക്തൻ തമ്പുരാൻ തിരുമനസ്സുകൊണ്ട് വിരുന്ന് സൽക്കാരത്തിന് വളരെ കേമായി വട്ടം കൂട്ടി ഇന്ന സമയം എഴുന്നള്ളത്ത് തൃപ്പൂണിത്തറയെ എത്തുമെന്ന് നിശ്ചയിച്ച് ആ സമയത്ത് മഹാരാജാവ് തിരുമനസ്സിലെ എതിരേൽക്കാനായി പരിവാര സമേതം പടിഞ്ഞാറേ കോട്ടവാതിൽക്കൽ കാത്തു നിൽക്കുകയും ചെയ്തു. ആ സമയത്ത് ഇളയ തമ്പുരാൻ തിരുമനസ്സിലെ ബോട്ട് കടവിൽ വന്നടുത്തു. ബോട്ടിൽ മഹാരാജാവ് തിരുമനസ്സിലെ കാണാതെ വന്നപ്പോൾ ശക്തൻ തമ്പുരാൻ തിരുമനസ്സുകൊണ്ട് വലിയ ഇച്ഛാഭംഗത്തോടുകൂടി ഇളയ തമ്പുരാനോട് ചോദിച്ചു, ഹേയ് എന്താ എന്താ ഇളയ തമ്പുരാൻ, എവിടെ എവിടെ മഹാരാജാവ് എന്ന് ചോദിച്ചു. അത് കേട്ടപ്പോൾ ഇളയ തമ്പുരാൻ പറഞ്ഞു, അല്ല, അദ്ദേഹത്തിന് ഇപ്പോൾ ഇങ്ങോട്ട് വരാൻ സൗകര്യമില്ലെന്നും ഇനിയൊരിക്കൽ ആകാമെന്നുമാണ് പറഞ്ഞത് എന്ന് തിരുമനസ്സറിയിച്ചു. അത് കേട്ട ഉടനെ ശക്തൻ തമ്പുരാൻ തിരുമനസ്സുകൊണ്ട് പറഞ്ഞു, ഇതെല്ലാം ആ വേലുത്തമ്പിയുടെ കൗശലമാണ്. ആട്ടെ, അവൻ നോക്കിക്കോട്ടെ എന്ന് അരുളി ചെയ്തിട്ട് തൃപ്പൂണിത്തുറയപ്പൻ്റെ നടക്കിൽ എഴുന്നള്ളി നിന്നുകൊണ്ട് പറഞ്ഞു, എൻ്റെ പൂർണ്ണത്രയീശ, 40 ദിവസത്തിനകം ആ വേലുത്തമ്പി എൻ്റെ കാൽക്കൽ വന്ന് വീഴാൻ സംഗതിയാക്കി തരണേ എന്ന് പ്രാർത്ഥിക്കുകയും
അപ്പോൾ തന്നെ കളിക്കോട്ടയിലേക്ക് എഴുന്നള്ളുകയും ചെയ്തു. അങ്ങനെ കളിക്കോട്ടയിൽ എഴുന്നള്ളിയിരുന്നു കൊണ്ട് പാലിയത്തച്ഛനെ തിരുമുമ്പാകെ വരുത്തി വയ്ക്കത്ത് പോയിട്ടുണ്ടായ ആ സംഗതികളെപ്പറ്റി കൽപ്പിച്ച് ചോദിക്കുകയും വലിയച്ഛൻ എല്ലാം വിവരമായി തിരുമനസിനെ അറിയിക്കുകയും ചെയ്തു. പക്ഷേ കാര്യങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ തൻ്റെ മനസ്സിലുള്ള ആ അന്തർഗതം ഇന്നതാണെന്ന് വേലുത്തമ്പി ദളവയ്ക്ക് അറിവ് കൊടുത്തത് വലിയച്ഛനാണെന്ന് തിരുമനസിലേക്ക് ഊഹമുണ്ടായിരുന്നതുകൊണ്ടും പാലിയത്തച്ഛൻ തിരുമുമ്പാകെ നിന്നിരുന്നത് കൈ ഭിത്തിയിൽ ചാരി വടക്കോട്ട് നോക്കിയിരുന്നതിനാലും തിരുമനസ്സുകൊണ്ട് രണ്ടർത്ഥമായിട്ട് പറഞ്ഞു, അല്ല മേനോൻ ഇപ്പോഴത്തെ നില തെക്കോട്ട് ചാരിയാണെന്ന് തോന്നുന്നു എന്നരുളി ചെയ്തു. പക്ഷേ തിരുമനസ്സുകൊണ്ട് അരുളി ചെയ്തതിലുള്ള ഗൂഢാർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് വലിയച്ഛൻ പറഞ്ഞു, അല്ല നില തെക്കോട്ട് ചാരിയാണെങ്കിലും ദൃഷ്ടി വടക്കോട്ട് തന്നെയാണ് എന്ന മറുപടി ഉണർത്തിക്കുകയും ചെയ്തു. ഈ മറുപടി തിരുമനസ്സിലേക്ക് ഒട്ടും രസിച്ചില്ലെന്ന് മാത്രമല്ല, തിരുമനസ്സിൽ കോപാഗ്നിയെ ജ്വലിപ്പിക്കുകയും ചെയ്തു. അത് കേട്ടപാടെ തിരുമനസ്സുകൊണ്ട് പറഞ്ഞു, എടാ സാമദ്രോഹി, പൊയ്ക്കോ, ഇനിമേൽ നിന്നെ എൻ്റെ മുന്നിൽ കാണരുത് എന്ന് അരുളി ചെയ്തപ്പോൾ വലിയച്ഛൻ പേടിച്ച് വിറച്ച് ഉടനെ തിരുമുമ്പിൽ നിന്ന് പോയി. പിന്നീടുള്ള വലിയച്ഛൻ്റെ താമസം മുള്ളൂർക്കരയായിരുന്നു. ശക്തൻ തിരുമനസ്സിലെ കാലം കഴിയുന്നതുവരെ വലിയച്ഛൻ പിന്നെ അവിടെ നിന്ന് തെക്കോട്ട് ഒരിക്കലും കടന്നിട്ടില്ല. അങ്ങനെയിരിക്കെ വേലുത്തമ്പി എഴുന്നള്ളത്തോടുകൂടി തിരുവനന്തപുരത്തെത്തിയതിൻ്റെ ശേഷം പട്ടാളക്കാരുടെ ശമ്പളത്തിൽ സ്വൽപ്പം കുറവ് ചെയ്യുകയും അവർക്ക് ഉപദ്രവകരങ്ങളായ ചില നിയമങ്ങൾ ഏർപ്പെടുത്തിയും മറ്റും ചെയ്തു. അത് കണ്ടപ്പോൾ പട്ടാളക്കാര് ആകെപ്പാടെ ക്ഷോഭിച്ച് അവശരാവുകയും വേലുത്തമ്പിയെ കണ്ടാൽ വെടിവച്ച് കൊല്ലണമെന്ന് അങ്ങോട്ട് തീർച്ചപ്പെടുത്തുകയും ചെയ്തു. ഈ വിവരമറിഞ്ഞ വേലുത്തമ്പി ഭയപ്പെട്ട് തിരുവനന്തപുരത്തു നിന്ന് ഗൂഢമായി ഒളിച്ചോടി തൃപ്പൂണിത്തുറ എത്തുകയും ശക്തൻ തമ്പുരാൻ തിരുമനസ്സിലെ കണ്ടാൽ കൊള്ളാമെന്ന് അവിടത്തെ ഇഷ്ടന്മാർ മുഖാന്തരം തിരുമനസ്സിനെ അറിയിച്ച് അനുവാദം വാങ്ങിക്കൊണ്ട് തിരുമുൻപാകെ ചെന്ന് ഏതാനും വിൽക്കാശ് തിരുമുൽക്കാഴ്ച വച്ച് തൃപ്പാദങ്ങളിൽ വീണ് വന്ദിച്ചിട്ട് പറഞ്ഞു, അടിയൻ ഏതെങ്കിലും അപരാധം ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ അവിടുന്ന് അതെല്ലാം സദയം ക്ഷമിച്ച് അടിയന് മാപ്പ് തന്ന് അടിയനെ രക്ഷിക്കണം എന്ന് അപേക്ഷിക്കുകയും അവിടുത്തെ ശരണം പ്രാപിക്കാനുണ്ടായ കാരണം തിരുമനസ്സിനെ അറിയിക്കുകയും ചെയ്തു. ഉടനെ ശക്തൻ തമ്പുരാൻ തിരുമനസ്സുകൊണ്ട് പറഞ്ഞു, ആട്ടെ, ഒട്ടും ഭയപ്പെടണ്ട, കൊച്ചിയിൽ പോയി അങ്ങോട്ട് താമസിച്ചോളൂ എന്ന് അരുളി ചെയ്യുകയും വേലുത്തമ്പിയെ കൊച്ചി കോവിലകത്ത് പറഞ്ഞയച്ച് അങ്ങോട്ട് താമസിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ താൻ പൂർണ്ണത്രയീശൻ്റെ അടുക്കൽ പ്രാർത്ഥിച്ചതുപോലെ തന്നെ 40 ദിവസത്തിനകം വേലുത്തമ്പി തൻ്റെ കാൽക്കൽ വന്ന് വീഴാൻ സംഗതിയായതിനാൽ ശക്തൻ തമ്പുരാൻ തിരുമനസ്സുകൊണ്ട് വലിയ സന്തോഷത്തിലാവുകയും വേലുത്തമ്പി തിരുമുൽക്കാഴ്ച വച്ച ആ വിൽക്കാശുരുക്കി ഒരു തലക്കെട്ട് പണിയിച്ച് പൂർണ്ണത്രയീശന് നടക്കൽ വയ്ക്കുകയും ചെയ്തു. അങ്ങനെ ശക്തൻ തമ്പുരാൻ തിരുമനസ്സുകൊണ്ട് പിന്നെ കുറച്ച് ദിവസം കൂടി തൃപ്പൂണിത്തുറയെ താമസിച്ചതിൻ്റെ ശേഷം തൃശ്ശിവപ്പേരൂർക്ക് എഴുന്നള്ളി. അവിടെ താമസിച്ചിരുന്ന കാലത്ത് തിരുമനസ്സിലേക്ക് ഒരു ശീലായ്മ ആരംഭിച്ചു. അതിന് പല ചികിത്സകൾ ചെയ്തുവെങ്കിലും അവയൊന്നും പിടിക്കാതെ ശീലായ്മ ക്രമേണ അങ്ങോട്ട് വർദ്ധിച്ചു തുടങ്ങി. ആ വിവരമറിഞ്ഞ് ഇളയ തമ്പുരാൻ അവിടത്തെ അനുജനോടുകൂടി തൃശ്ശിവപ്പേരൂർ എഴുന്നള്ളി. അവർ രണ്ടുപേരും തിരുമുമ്പാകെ എഴുന്നള്ളിയ സമയത്ത് ശക്തൻ തമ്പുരാൻ തിരുമനസ്സുകൊണ്ട് പറഞ്ഞു, അല്ല എനിക്ക് ദീനം ക്രമേണ അങ്ങോട്ട് വർദ്ധിച്ചു വരികയാണ്. ക്ഷീണവും സാമാന്യത്തിലധികമുണ്ട്. ഇനി ഇത് ഭേദമായി ഞാൻ സുഖമായിട്ടിരിക്കുമെന്ന് തോന്നണില്ല. അതിനാൽ നിങ്ങൾ ഇവിടെ തന്നെ താമസിക്കണം, പൊയ്ക്കളയരുത്. എന്ന് മാത്രമല്ല, എൻ്റെ കാലം കഴിഞ്ഞാൽ രാജ്യം മുറ പോലെ രക്ഷിച്ചോളണം. പിന്നെ ഒരു 4 കാര്യങ്ങൾ നിങ്ങൾ ജീവിതത്തിൽ ചെയ്യരുത്. എന്താ അതെന്ന് വെച്ചാൽ, വടക്കുംനാഥ ക്ഷേത്രത്തിൽ യോഗിയാരെ അവരോധിക്കുക, ഇരിങ്ങാലക്കുട ക്ഷേത്രത്തിൽ തച്ചുടക്കൈമളെ അവരോധിക്കുക, പാലിയത്ത് മേനോന് മന്ത്രിസ്ഥാനം കൊടുക്കുക, ഇംഗ്ലീഷുകാരോട് മത്സരിച്ച് വെടിവയ്ക്കുക. ഇങ്ങനെയുള്ള 4 കൂട്ടം കാര്യങ്ങൾ ഒരിക്കലും നിങ്ങൾ ചെയ്യരുത്. ഇവ 4 ചെയ്താൽ നമ്മുടെ രാജ്യം പൊയ്പോകും എന്ന് അരുളി ചെയ്യുകയും
ആ അനുജൻ തമ്പുരാക്കന്മാരെ അവിടെ തന്നെ താമസിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം രാവിലെ ശക്തൻ തമ്പുരാന്റെ അമൃതേത്ത് കണ്ടപ്പോൾ അവർ രണ്ടുപേരും കൂടി പറഞ്ഞു, ജ്യേഷ്ഠന്റെ അമൃതേത്ത് കണ്ടിട്ട് രുചിക്ഷയം സാമാന്യത്തിലധികമുണ്ടെന്ന് തോന്നണ്ടല്ലോ. വല്ലതിനും രുചി തോന്നണ്ടെങ്കിൽ അരുളി ചെയ്താൽ അത്താഴം അമൃതത്തിന് തക്കവണ്ണം തയ്യാറാക്കാം എന്നുണർത്തിച്ചു. അത് കേട്ടപ്പോൾ ശക്തൻ തമ്പുരാൻ തിരുമനസ്സുകൊണ്ട് മനസ്സിൽ വിചാരിച്ചു, അല്ല, ഇവര് നമ്മുടെ കാലം കഴിഞ്ഞാൽ പിന്നെ രാജ്യം ഭരിക്കേണ്ടുന്നവരാണല്ലോ. എന്നാ ഇവരുടെ കൽപ്പനാശക്തി എത്രമാത്രമുണ്ടെന്ന് ഒന്ന് പരീക്ഷിക്കണം എന്ന് തിരുമനസ്സിൽ വിചാരിച്ചിട്ട് തിരുമനസ് പറഞ്ഞു, ശരിയാണ്, എനിക്ക് ഒന്നിലും നല്ല രുചി തോന്നണില്ല. എങ്കിലും ചക്കക്കൂട്ടാൻ വച്ചാൽ കുറച്ച് കൂട്ടാമെന്ന് തോന്നണ്ട് എന്ന് അരുളി ചെയ്തു. അത് കേട്ട ഉടനെ ഇളയതമ്പുരാക്കന്മാർ പറഞ്ഞു, ശരി, അത് വൈകുന്നേരത്തേക്ക് ഉണ്ടാക്കാം എന്ന് ഉണർത്തിച്ചിട്ട് തിരുമുമ്പാകെ നിന്ന് എഴുന്നള്ളി. ഉടനെ അവർ രണ്ടുപേരും എവിടെ നിന്നെങ്കിലും എന്ത് വില കൊടുത്തിട്ടും വൈകുന്നേരത്തേക്ക് ഒരു ചക്ക കൊണ്ടുവരണം എന്ന് കൽപ്പിച്ച് പണവും കൊടുത്ത് പല സ്ഥലങ്ങളിലേക്കും ആളുകളെ അയച്ചു. നേരം വൈകിയപ്പോഴേക്കും ചക്ക എങ്ങും കിട്ടിയില്ലെന്ന് പറഞ്ഞ് ആ ആളുകളെല്ലാം മടങ്ങി വന്നു. ശക്തൻ തമ്പുരാൻ തിരുമനസ്സുകൊണ്ട് അത്താഴം അമൃതത്തിന് എഴുന്നള്ളിയിരുന്നപ്പോൾ ഇളയതമ്പുരാക്കന്മാർ തിരുമുമ്പാകെ എഴുന്നള്ളി വന്ദിച്ചു നിന്നു. അപ്പോ ശക്തൻ തമ്പുരാൻ തിരുമനസ്സുകൊണ്ട് ചോദിച്ചു, ഹേയ്, എന്താ ചക്ക കിട്ടിയില്ലായിരിക്കും ലേ എന്ന് കൽപ്പിച്ച് ചോദിച്ചു. അത് കേട്ട ഉടനെ തമ്പുരാക്കന്മാർ പറഞ്ഞു, അല്ല, കന്നിമാസം കാലമായതുകൊണ്ട് ചക്ക കിട്ടാൻ വളരെ പ്രയാസമായിട്ടാണ് ഇരിക്കണത്. ഞങ്ങൾ പണവും കൊടുത്ത് പല സ്ഥലങ്ങളിലും ആളുകളെ അയച്ച് അന്വേഷിച്ചു, എങ്ങും കിട്ടിയില്ല. ഞങ്ങളുടെ അമാന്തം ഒട്ടും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ കഴിയുന്നത്ര ശ്രമങ്ങളെല്ലാം ചെയ്തു നോക്കി, കാര്യം സാധിച്ചില്ല എന്നേ ഉള്ളൂ. എവിടെ നിന്നെങ്കിലും ഒരു ചക്കയെങ്കിലും വരുത്താനായിട്ട് നാളെയും ഞങ്ങൾ ശ്രമിച്ചു നോക്കാം എന്നുണർത്തിച്ചു. അത് കേട്ടപ്പോൾ ശക്തൻ തമ്പുരാൻ തിരുമനസ് കൊണ്ട് പറഞ്ഞു, അയ്യോ കഷ്ടം, വിഡ്ഢികളെ, ഒരു ചക്ക വരുത്താൻ പോലും ശേഷിയില്ലാത്ത നിങ്ങൾ ഇനി മേലാൽ ഒരു രാജ്യം ഭരിക്കുന്നത് എങ്ങനെയാ എന്നരുളി ചെയ്തു. അങ്ങനെ അത്താഴം അമൃതേത്ത് കഴിഞ്ഞതിൻ്റെ ശേഷം ശക്തൻ തമ്പുരാൻ തിരുമനസ്സുകൊണ്ട് വലിയ കപ്പിത്താനെ തിരുമുമ്പാകെ വരുത്തി. എന്നിട്ട് പറഞ്ഞു, നാളെ രാവിലെ ബ്രാഹ്മണർക്ക് പരക്കെ ഒരു സദ്യയും ചില ദാനങ്ങളും മറ്റും വേണമെന്ന് നിശ്ചയിച്ചിട്ടുണ്ട് ഞാൻ. അതിനാൽ നാളെ തന്നെ അതിന് വേണ്ടുന്നവയെല്ലാം നേരം വെളുക്കുന്നതിന് മുമ്പ് തയ്യാറാക്കി കൊടുക്കണം. സദ്യയ്ക്ക് പ്രഥമൻ, എരിശ്ശേരി, ഉപ്പേരി, തോരൻ മുതലായവയെല്ലാം ചക്ക കൊണ്ട് തന്നെ വേണമെന്നാണ് നിശ്ചയിച്ചിരിക്കുന്നത് എന്നരുളി ചെയ്തു. കൽപ്പന പോലെ എല്ലാം തയ്യാറാക്കിക്കോളാം എന്നുണർത്തിച്ചിട്ട് വലിയ കപ്പിത്താൻ അപ്പം തന്നെ തിരുമുമ്പാകെ നിന്ന് പോയി. നിശ്ചിത സമയത്തിന് മുമ്പ് തന്നെ കപ്പിത്താൻ സകല സാധനങ്ങളും അവിടെ തയ്യാറാക്കി എത്തിച്ചു കൊടുത്തു. നേരം വെളുക്കുന്നതിന് മുമ്പ് പഴുത്തതും പച്ചയുമായി 500-ലധികം ചക്ക അവിടെ വന്നു ചേർന്നു. സദ്യയുടെ ആവശ്യം കഴിഞ്ഞിട്ട് പിന്നെയും വളരെ ചക്ക ശേഷിച്ച് കിടന്നിരുന്നു. സദ്യ ഏറ്റവും കെങ്കേമമായി എന്നുള്ളത് എൻ്റെ കഥാപ്രേമികളോട് പറയണമെന്നില്ലല്ലോ. അങ്ങനെ ശക്തൻ തമ്പുരാൻ തിരുമനസ്സുകൊണ്ട് നമ്പൂരിമാർക്ക് പരക്കെ പല വിധത്തിലുള്ള ദാനങ്ങളും ചെയ്തു. അങ്ങനെ ഇരിക്കെ പിന്നെ കുറച്ച് നാളും കൂടി കഴിഞ്ഞപ്പോൾ ആ ശീലായ്മ ക്രമേണ അങ്ങട് വർദ്ധിച്ചുകൊണ്ട് തന്നെ ഇരുന്നു. ശക്തൻ തമ്പുരാൻ തിരുമനസ്സുകൊണ്ട് പിന്നെയും പ്രതിദിനം പല വിധത്തിലുള്ള ദാനങ്ങളൊക്കെ അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നു. എന്തിനു പറയണു, കിം ബഹുന 981 ആണ്ട് കന്നിമാസം 12-ാം തീയതി ആ രാജകേസരി തൃശവപ്പേരൂർ വച്ച് തന്നെ കാലധർമ്മത്തെ പ്രാപിക്കുകയും ചെയ്തു. അങ്ങനെ തിരുമനസ്സിലെ പള്ളിശവം ദഹിപ്പിച്ചത് തൃശവപ്പേരൂർ കോവിലകത്തിൻ്റെ തെക്കുവശത്തുള്ള തോപ്പിലാണ്. ആ സ്ഥലത്തിന് ചുറ്റും ചെറിയതായി ഒരു മതിൽ കെട്ടിച്ചിട്ടുള്ളത് ഇപ്പോഴും എൻ്റെ കഥാപ്രേമികൾക്ക് കാണാൻ സാധിക്കും. അവിടെ അക്കാലം മുതൽ പതിവായി വിളക്ക് വച്ചു വന്നിരുന്നത് ഇപ്പോഴും നടന്നു വരുന്നുണ്ട്. ആകപ്പാടെ വിചാരിച്ചാൽ ശക്തൻ തമ്പുരാൻ തിരുമനസ്സുകൊണ്ട് ഒരു അമാനുഷ പ്രഭാവനായിരുന്നുവെന്ന് തന്നെ നമുക്ക്
പറയേണ്ടിയിരിക്കണു. ഇത്രയും പറഞ്ഞുകൊണ്ട് ശക്തനിൽ ശക്തനായ, ധീരനിൽ ധീരനായ ആ മഹാചക്രവർത്തിയുടെ, കൊച്ചി സാമ്രാജ്യത്തിൻ്റെ അധിപതിയുടെ ആ ചരിത്ര കഥ ഞാൻ ഇവിടെ പൂർണ്ണമാക്കുന്നു. കൊച്ചി ശക്തൻ തമ്പുരാൻ തിരുമനസ്സുകൊണ്ട് എന്ന കഥയുടെ ഈ 6 ഭാഗങ്ങളും എൻ്റെ കഥാപ്രേമികൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, കമൻറ്റ് എല്ലാം ചെയ്യുമെന്ന ഉറച്ച ഒരു വിശ്വാസത്തോടെ തൽക്കാലം നിർത്തുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ നന്ദി, നമസ്കാരം.